ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ നടത്തിവരുന്ന വിഷുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിഷുദിവസം പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്നതോടുകൂടി വിഷുദർശന ചടങ്ങ് ആരംഭിക്കും. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആചാരപ്പെരുമയോടെ നടത്തിവരുന്ന വിഷുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മഹാഭാരതത്തിലെ കാണ്ഡവ വന ദഹന കഥയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ക്ഷേത്ര ഐതിഹ്യം. ദ്വാപരയുഗാന്ത്യത്തിൽ അഗ്നിയും അർജുനനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ പ്രയോഗചക്രധാരിയായ ചതുർബാഹു സ്വരൂപത്തിലുള്ള കൃഷ്ണശില വിഗ്രഹത്തിലേക്ക് ശ്രീകൃഷ്ണൻ സ്വമേധയാ ചൈതന്യം പകർന്നു എന്നതാണ് ഏവൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. അഗ്നികാരകനായ സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേട വിഷു സംക്രമ ദിവസം ശ്രീകൃഷ്ണ ചൈതന്യം തുടിക്കുന്ന ഭഗവത് വിഗ്രഹം കണ്ടു തൊഴുക എന്നതാണ് ഏവൂർ വിഷുദർശനത്തിന്റെ പ്രധാന സവിശേഷത. വിഷുദിവസം പുലർച്ചെ 3 മണിക്ക് നട തുറക്കുന്നതോടുകൂടി വിഷുദർശന ചടങ്ങുകൾ ആരംഭിക്കും. നാലമ്പലത്തിലേക്ക് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുകൂടി പ്രവേശിക്കേണ്ട ഭക്തർ നമസ്കാര മണ്ഡപത്തിൽ സ്വർണ്ണ പുഷ്പഫല ധാന്യ ദീപഗ്രന്ഥങ്ങളും അഷ്ടമാംഗല്യവും സഹിതം ഒരുക്കിയിരിക്കുന്ന വിപുലമായ വിഷുക്കണിയും കണ്ട് ഭഗവത് ദർശനത്തിന് ശേഷം വടക്കേ നട വഴി പുറത്തേക്ക് ഇറങ്ങണം. ഇവിടെ ക്ഷേത്ര ശ്രീകോവിലിൽ പൂജിച്ച നാണയങ്ങൾ കൊച്ചുകുട്ടികൾ കൈനീട്ടമായി നൽകും. ഇതോടൊപ്പം തന്നെ സംഘാടകർ ഇഷ്ട നിവേദ്യമായ ത്രിമധുരം ഭക്തർക്ക് നൽകും. പുഷ്പദീപങ്ങൾ കൊണ്ട് അലങ്കൃതമായ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ഈ അനുഭൂതി നുകരുവാൻ വർഷം തോറും ഭക്തരുടെ പ്രവാഹം ക്ഷേത്രത്തിലേക്ക് ഏറുകയാണ്. വേദമന്ത്ര ജപങ്ങൾക്കും സഹസ്രനാമ ജപത്തിനും ശേഷം പുലർച്ചെ 4 മണിക്ക് ദീപ പള്ളിക്കലിന്റെ ഹരിനാമ കീർത്തനത്തോടെ കലാവേദി ഉണരും. 5:30 മണിക്ക് ഏവൂർ മാധവൻ നായരുടെ അഷ്ടപതി ആലാപനവും തുടർന്ന് UP രാജു ചെന്നൈയും U നാഗമണിയും ചേർന്ന് അവതരിപ്പിക്കുന്ന മാൻഡോലിൻ ഡ്യുവറ്റും നടക്കും. മൃദംഗത്തിൽ പെരുന്ന G ഹരികുമാറും തബലയിൽ രത്നശ്രീ അയ്യരും പക്കമേളം പകരും. രാവിലെ 8:30 മുതൽ ആനേടി അനിൽകുമാറിന്റെ സംഗീത സദസ്സ് നടക്കും. സംഗീത സദസ്സിനെ തുടർന്ന് വൈകിട്ട് ദീപാരാധന വരെ അഖണ്ഡനാമ ജപം ഉണ്ടാകും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1ാം സ്ഥാനം ലഭിച്ച ഗൗരി ഗോപൻ അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ നടക്കും. രാത്രി 8:30 ഏവൂർ ജയകൃഷ്ണന്റെ പ്രമാണത്തിൽ ഉള്ള പഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള ഗരുഡവാഹനം എഴുന്നള്ളത്തോടുകൂടി 10 ദിവസം നീണ്ടുനിന്ന ഈ വർഷത്തെ ഏവൂർ വിഷു ദർശന ആഘോഷങ്ങൾക്ക് സമാപനമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പോലീസും എല്ലാവിധ നിയന്ത്രണങ്ങൾക്കും മേൽനോട്ടം വഹിക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കുടിവെള്ള വിതരണത്തിനും വൈദ്യസഹായത്തിനും വേണ്ട സജ്ജീകരണങ്ങൾ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതി അനുഷ്ഠാനമാണ് 28 വർഷമായി വിഷു ദർശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഏപ്രിൽ 5 മുതൽ നടത്തിവരുന്ന ദശാവതാര ചാർത്ത് ദർശിക്കുവാൻ വൻ ഭക്തജന തിരക്കാണ് ഇക്കുറിയും അനുഭവപ്പെട്ടത്. വിഷു ദിവസം പുലർച്ചെ കൃഷ്ണരൂപം കാണത്തക്കവണ്ണം ആണ് ചാർത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെ കൃഷ്ണഭാവത്തിൽ വിഗ്രഹം ദർശിക്കാം. തുടർന്ന് അഷ്ടാഭിഷേക ശേഷം തിരുവാഭരണം ചാർത്തും. ഉച്ചപൂജയ്ക്ക് ശേഷം മഹാവിഷ്ണു രൂപം ചാർത്തി ദശാവതാര ചാർത്തിന് സമാപനം കുറിക്കും. മഹാവിഷ്ണു ഭാവചാർത്തിൽ ക്ഷേത്രത്തിൽ വൈകുന്നേരം 5 മുതൽ 8:30 വരെ ദർശനം ലഭിക്കും. ചെട്ടികുളങ്ങര കീഴ്ശാന്തി കല്ലമ്പള്ളിൽ അജിനാരായണൻ നമ്പൂതിരിയാണ് ദശാവതാരം ചാർത്തുന്നത്. ദശാവതാര ചാർത്ത് ദിവസങ്ങളിൽ സംഘടിപ്പിച്ച കലാസന്ധ്യയിൽ തായമ്പക, മേജർ സെറ്റ് കഥകളി, ഓട്ടൻതുള്ളൽ, സോപാന സംഗീതം, വിൽപ്പാട്ട്, പുള്ളുവൻ പാട്ട്, തിരുവാതിര, ഭക്തിഗാനാർച്ചന, സംഗീത സദസ്സ്, നൃത്തനൃത്യങ്ങൾ എന്നിവ നടത്തുന്നതിന് കേരള ഫോക്ലോർ അക്കാദമി അഭിലേഷനിൽ ലഭിച്ചിട്ടുള്ള അനുഷ്ഠാനം വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. കൂടാതെ എല്ലാ ദിവസവും പുലർച്ചെ പ്രശസ്ത അഷ്ടപതി ഗായകരുടെ അഷ്ടപതി ആലാപനവും നടത്തിയിട്ടുണ്ട്. കാണ്ഡവവന ദഹന കഥയുമായി ബന്ധപ്പെട്ടതാണ് ഈ ഊരിലെ പ്രതിഷ്ഠ. അഗ്നിയുടെ കാരകനായിട്ടുള്ള സൂര്യൻ മേടം രാശിയിലേക്ക് കയറുന്ന ആ പുണ്യമുഹൂർത്തമാണ് മേട വിഷു സംക്രമം. അപ്പോൾ ആ ദിവസം അഗ്നിയുടെ കാരകനായിട്ടുള്ള സൂര്യൻ ഉച്ചത്തിലേക്ക് വരുന്ന ആ മുഹൂർത്തത്തിൽ അഗ്നിദേവൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം കാണുക, അത് കൃഷ്ണ ചൈതന്യം പകർന്നിട്ടുള്ള കൃഷ്ണൻ സ്വമേധയാ ചൈതന്യം പകർന്നു എന്ന് ഐതിഹ്യം പറയുന്നു. ആ വിഗ്രഹം കാണുക, നമ്മൾ കൃഷ്ണൻ്റെ ഒരു വിഗ്രഹം മേടിച്ചു വെക്കുക, അല്ല കൃഷ്ണൻ ചൈതന്യം നൽകിയ വിഗ്രഹം തന്നെ അന്ന് കാണാൻ സാധിക്കുക. കാരണം വിഷു ദിവസം വിഷു ദർശനം എന്ന് തന്നെ ഇതിന് പേര് വരാൻ കാരണം ഏവൂരിലെ വിഷു പുലർച്ചെ മാത്രമല്ല ആ ഒരു ദിവസം തന്നെ ദർശനം നടത്തുന്നതിൽ ഉള്ള പ്രത്യേകതയാണ് ഏവൂർ വിഷു ദർശനം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഈ പുലർകാലയിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി രാവിലെ തന്നെ ശ്രീമതി ദീപ പള്ളിക്കലിൻ്റെ ഹരിനാമ കീർത്തനം ഉണ്ടായിരിക്കും വേദിയിൽ. പിന്നെ 6 മണി മുതൽ മാൻഡോലിൻ ഡുയറ്റ് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാർ UP രാജു ചെന്നൈയും ശ്രീമതി U നാഗമണിയും കൂടി അവതരിപ്പിക്കുന്ന മാൻഡോലിൻ ഡുയറ്റാണ്. കൂടെ
വരുന്ന ജി ഹരികുമാറിൻ്റെയും കുമാരി രത്നശ്രീ അയ്യര് തബലയിലും അവർക്ക് പക്കമേൽക്കുന്നു. രാവിലെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് കണ്ണുകൾക്കും കാതുകൾക്കും നാവിനും എല്ലാം ഹൃദ്യമായ അനുഭവം പകർന്നുകൊണ്ട് ഒരുക്കുന്ന ഈ വിഷുദർശന ചടങ്ങിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സാദരം അനുഷ്ഠാനത്തിന് വേണ്ടി ക്ഷണിച്ചു. സി ഡി ന്യൂസ് കായംകുളം.